എത്ര അധമ പാപിയെയും നീതിമാനെന്ന് വിളിക്കത്തക്ക യോഗ്യതയിലേക്ക് കൊണ്ടുവരുന്ന ഒരു അഭിഷേകം ഇന്ന് ഈ സ്ഥലത്ത് ചലിക്കുകയാണെന്ന് പറയുമ്പോൾ എത്ര പേര് വിശ്വസിക്കും? ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ കർമ്മ പ്രവൃത്തികളല്ല, നമ്മുടെ പ്രാർത്ഥനകളല്ല, നമ്മൾ ഒന്നും ചെയ്യുന്നതല്ല. മാനവജാതിയുടെ പാപ പരിഹാരത്തിന് വേണ്ടി ഒരാൾ മരിക്കേണ്ടിയിരിക്കുന്നു. അതാണ് കാൽവറി ക്രൂശിൽ സംഭവിച്ചത്. ദൈവത്തെ സ്തുതിച്ചാട്ടെ. ലോകത്തിന്റെ പ്രശ്നങ്ങൾക്ക് മറുപടി, ആ മറുപടി ഒറ്റ ആൻസറേ ഉള്ളൂ, അത് യേശു കർത്താവാണ്. അതുകൊണ്ട് വചനം പറയുന്ന മറ്റൊരുത്തരും രക്ഷയില്ല. നീയോ ഞാനോ പ്രാർത്ഥിച്ചിട്ടല്ല യേശു കർത്താവ് ഭൂമിയിൽ വന്നത്. തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മാനവജാതിയെ വീണ്ടെടുക്കാൻ തന്റെ പുത്രനെ അയക്കാൻ ദൈവം താല്പര്യപ്പെട്ടത് ലോകസ്ഥാപനത്തിനു മുമ്പുള്ള ദൈവത്തിന്റെ കരുതൽ. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 3:16 പറയുന്നത്, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകാൻ ലോകത്തെ സ്നേഹിച്ചു.